പനിവീഴും മലർവനം ഉൻ പാർവയൊരു വരം. പനിവീഴും മലർവനം ഉൻ പാർവയൊരു വരം. ഇനിവരും മുനിവരും തടുമാറും കനിമരം. പനിവീഴും മലർവനം ഉൻ പാർവയൊരു വരം. പനിവീഴും മലർവനം ഉൻ പാർവയൊരു വരം. ഇനിവരും മുനിവരും തടുമാറും കനിമരം. ഇനിവരും മുനിവരും തടുമാറും കനിമരം. പനിവീഴും മലർവനം ഉൻ പാർവയൊരു വരം. சேலை மூடும் இளஞ்சோலை மாலை சூடும் மலர் மாலை. சேலை மூடும் இளஞ்சோலை மாலை சூடும் மலர் மாலை. 20 நிலவுகள் நகமெங்கும் மொழிவிடும். இளமையின் கனவுகள் விழியோரம் துளிர்விடும். கைகளிடை தனில் எளிகையில் இடைவெளி குறைகையில் எரியும் விளக்கு சிரித்து கண்கள் மூடும். பனிவீழும் மலர்வனம் உன் பார்வை ஒரு வரம். பனிவீழும் மலர்வனம் உன் பார்வை ஒரு வரம். இனிவரும் முனிவரும் தடுமாறும் கனிமரம். இனிவரும் முனிவரும் தடுமாறும் கனிமரம். காமன் கோவில் சிறைவாசம். காலை எழுந்தால் பரியாசம். காமன் கோவில் சிறைவாசம். காலை எழுந்தால் பரிகாசம். தழுவிடும் பொழுதிலே இடமாறும் இதயமே. வியர்வையின் மழையிலே பயிராகும் பருவமே. ஆடும் இலைகளில் வழிகிற நில ஒளி இருவிழி மழையில் நனைந்து மகிழும் வானம் பாடி. பனிவீழும் மலர்வனம் உன் பார்வை ஒரு வரம். பனிவீழும் மலர்வனம் உன் பார்வை ஒரு வரம். இனிவரும் முனிவரும் தடுமாறும் கனிமரம். இனிவரும் முனிவரும் தடுமாறும் கனிமரம். பனிவீழும் மலர்வனம் பனிவீழும் மலர்வனம் பனிவீழுം മലർവനം. അശ്വിൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ട് നിന്നങ്ങ് പാടിയല്ലോ. അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര കൂളായിട്ട് പാടിയല്ലേ. ഭയങ്കര ഇഷ്ടമായി പാട്ട്. അപ്പൊ ആ ഒരു പാടി. ഓക്കെ, ചോദിക്കാം നമുക്ക്. എം ജി സാർ. അശ്വിൻ കുട്ടാ സാർ, നല്ല പാട്ട് കേട്ടോ. കാരണം രാജാ സാറിന്റെ പാട്ട് പകുതി രക്ഷിക്കും നമ്മളെ, അല്ലേ? നമ്മള് രാജാ സാറിന്റെ പാട്ട് എടുത്തു കഴിഞ്ഞാല് ആൾക്കാർക്ക് പകുതി ആ പാട്ടിനോടുള്ള പ്രേമം കൊണ്ട് 50% കിട്ടും. ബാക്കി 50% പാടിയാൽ മതി. നന്നായിട്ട് പാടി കേട്ടോ.
താങ്ക് യു സർ. രസമുണ്ടായിരുന്നു. ഇതിനകത്ത് ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ അറിയേണ്ടത്, ഇത് SPB സാറ് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ ആ SPB സാറ് പാടുമ്പോൾ അതിനകത്തൊരു എല്ലാ വരികൾക്ക്, എനിക്ക് പണ്ട് ഏത് പാട്ട് പാടുമ്പോഴാണെന്ന് എനിക്കറിഞ്ഞു, എനിക്ക് ആറ്റിറമ്പിലെ കൊമ്പില് അത് പാടുമ്പോഴത്തേക്ക് രാജൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ പാടുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷെ എല്ലാത്തിനും ഒരു ആ താളത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കിക്ക് വോയിസിൽ കൊടുക്കണം. ഇപ്പം ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ അങ്ങനെ അല്ല, ആറ്റിറമ്പിലെ കൊമ്പിലെ ത കിഞ്ചിഞ്ചും ത കിഞ്ചിഞ്ചും ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതെ, അവിടെ മെലഡി വരും. എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഓപ്പൺനെസ്, പിന്നെ ഈ ഒരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ. പാട്ട് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്, പിന്നെ ശകലം സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, എന്നാലും ടോട്ടലി നന്നായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുവരണം. പിന്നെ അദ്ദേഹം ചിരിച്ചിരിക്കുന്ന ഒരു ചിരിയൊക്കെ ഉണ്ട്, അതൊക്കെ ചിന്തിക്കാൻ പറ്റില്ല നമുക്കൊന്നും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്താണ് SPB സാർ ഈ സംഗതിയൊക്കെ ഇടുന്നത്. ചിരിയും അതുപോലെ ആഹാ എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷ. ഞാൻ അദ്ദേഹത്തിനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. കാരണം ഈ എക്സ്പ്രഷൻ പല പാട്ടുകൾക്ക്, ഇപ്പം ആഹാ മനോരഞ്ജനി ആയാലും വേറെ ഏത് അടിപൊളി പാട്ടായാലും അതിനകത്ത് എക്സ്പ്രഷൻസ് എവിടെ ഇടണമെന്നുള്ളത് അദ്ദേഹത്തിനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. കാരണം അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ്. ഊട്ടിപ്പട്ടണം പൊട്ടിക്കെട്ടണം സൊന്നാവാടാ എങ്കക്കട്ടളി സെങ്കക്കട്ടളി, അതിൽ സുമ്മാ ഇടാ. ഈ ലാസ്റ്റിൽ നിൽക്കുന്നവരെ റിഹേഴ്സൽ എടുക്കുന്നവരോ ഒന്നുമില്ല. പാടി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോ നമ്പർ ഇടുക. അപ്പൊ ഞാൻ അതേ ശ്രദ്ധിച്ചോണ്ടിരുന്ന എന്റെ പാട്ട് പോകും. പിന്നെ ലാസ്റ്റിലെല്ലാം പാട്ട് നിന്ന് കഴിഞ്ഞപ്പം ഒരു ചിരി, അതുകൂടെ കേട്ടപ്പോൾ നമ്മൾ ചിരിക്കാൻ പറ്റുമോ? അതുമില്ല, ടേക്കല്ലേ, നമ്മളിങ്ങനെ പിടിച്ച് നിന്നിട്ട് ഓക്കേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ന് ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈല്, ആ താളം, റിത്തമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പാട്ടിലൂടെ അതൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഇത്രയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ടോട്ടലി നന്നായിരുന്നു കേട്ടോ മോനെ. ഈ ഒരു പാട്ടിന്റെ ജോണർ ഒന്ന് മനസ്സിലാക്കി പാടിക്കും. നല്ല പാട്ടുകാരനാണ്, എല്ലാം കയ്യിലുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു സർ. ശരത് സർ. ചക്കരെ സർ. ഉഗ്രം പാട്ട് സെലക്ഷൻ ഇടാ. താങ്ക് യു സർ. അസാധ്യ ഒരു കോമ്പസിഷനാണ്. ഞാനൊക്കെ ഇവിടുന്ന് ചെന്നൈ പോകുന്നതിന് മുമ്പുള്ള പാട്ടാണ്. പഴയത് ആ കാലത്ത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കുന്നു. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. ഇത് മോനെ എനിക്ക് ആകെ തോന്നിയത് കുറച്ച് ഡ്രഗിയാണ് ഈ ഒരു കോമ്പസിഷൻ. കാരണം അതാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോനെ അത് ഉൾക്കൊള്ളണം. അതിനകത്തൊരു സൂചിപ്പിക്കുന്ന സംഗതികളോ ഒന്നും ആവശ്യമില്ല. തരനാനും കനിമരം മതി, അത്രേ ഉള്ളൂ. പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, ഇനി വരും മുനി വരും തടുമാറും കനിമരം, ഹേ ഹേ ഇനി വരും മുനി വരും തടുമാറും കനിമരം, പനി വീഴും മലർവനം, പനി വീഴും മലർവനം, പനി വീഴും മലർവനം. അപ്പൊ അതിനൊരു ചിങ്കുചാല അത് വേണം. അതാണ് ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സംഗതി ഇതൊന്നും പാടിയാൽ രാജാസാൻ ഇഷ്ടപ്പെടുത്തുമില്ല കേട്ടോ. കാരണം അസാധ്യ കോമ്പസിഷനാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മതി. കാമൻ കോമൻ സീരൈവാസം. കാമൻ ഒന്ന് പാടാമോ? കാമൻ കോവിൽ അമ്മനെ ആ ഗ്ലൈഡ് പതുക്കെ പാടാ. എന്തിനാ നേരത്തെ? കാമൻ കോവിൽ സീരൈവാസം 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 കട്ട് ചെയ്യ. സീരൈവാസം മതി. കാലേ എഴുന്താൽ എഴുന്താൽ പരിഹാസം. ഏതോ ഒരു സംഗതി പാടില്ല എൻ്റെ ഇടയ്ക്ക് അവിടെ. കാലേ എഴുന്താൽ പരിഹാസം. അത് വേണ്ട. മോർ ഓഫ് അതാണ്. ആടുമിനകളിൽ വഴികിற നിലവുളി ഇരുവിഴി മഴയിൽ നനൈந்து മകിഴുവാനം പാടി വനി വീഴും മലർവനം. മതി, അതല്ല വേണ്ടത്. അപ്പൊ അത് മോറഫ് ആ പാട്ടിലേക്ക് ഇറങ്ങുക, കുറേ കൂടെ നന്നാവും. ആടും ഇലകളിൽ വഴികിറ കേട്ടോ, അത് ലിറിക്ക്
ഒന്നുകൂടെ അത്രേ ഉള്ളൂ മോനെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് മിസ് ചെയ്തത്. ഒരു കിക്ക് ഉണ്ട് ഈ പാട്ടിന്. അപ്പൊ അത് മിസ് ചെയ്തു കേട്ടോ. അത് മാത്രം നോക്കിയുള്ളൂ. പക്ഷെ ഈ അറ്റംപ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ അതിനെ പ്രശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ചേച്ചി അശ്വിൻ, മാം അശ്വിൻ സുന്ദര കുട്ട, എന്തോ നല്ല ഷൂസ്, ഐ ലൈക്ക് താങ്ക് യു ഇറ്റ്. മാം. ഒരു വെറൈറ്റി കളർ. അതാ അതെന്താ അത്? മിക്സ്ഡ് ഷെയ്ഡ്. വെച്ചെന്തോ ഫ്ലൂറസെന്റ് ഗ്രീൻ. ഓ ആണല്ലേ. ആ, വാച്ച് ഓറഞ്ചും. അതെ അതെ, നൈസ്. നൈസ്, ഫുൾ ഫ്രീക്കാണ് മൊത്തത്തില്. എന്തായാലും മോനെ പൂക്കി താങ്ക് യു നന്നായിരുന്നു. എനിക്കിഷ്ടമായി പാടിയത്. താങ്ക് യു മാം. താങ്ക് യു. സത്യം പറയാലോ, ഞാൻ അശ്വിൻ്റെ ഇതിന് മുന്നേയുള്ള പെർഫോമൻസസ് ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇത് വളരെ മികച്ച ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. വോയിസിൻ്റെ ത്രോ നന്നായിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഒരു ന്യൂജൻ സിംഗർ എന്നുള്ള രീതിയിൽ മോന് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ചെയ്യാനുള്ള കഴിവ് ഞാൻ കാണുന്നു ഈ പാട്ടിലൂടെ. പല രീതിയിലും പല വിധത്തിലും ആ പാട്ടിനൊരു സ്വീറ്റ്നെസ് കൊടുത്തുകൊണ്ട് മോൻ പാടിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും ഒരുപാട് ക്രിയേറ്റിവിറ്റി തലയ്ക്കകത്ത് ഉള്ള ഒരാളാണ്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു സ്ട്രെയിൻ ഒന്നും തോന്നിയില്ല. അതങ്ങ് ആസ്വദിച്ച് ഒരുപാട് പ്രാവശ്യം പാടി പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. ആണോ? ആ, പ്രാക്ടീസ് ചെയ്തിരുന്നു. നല്ലോണം പ്രാക്ടീസ് ചെയ്തു. ഇഷ്ടമുള്ള പാട്ടല്ലേ? ഇത് ആരാ സെലക്ട് ചെയ്തത്? വീട്ടുകാരന്. വീട്ടുകാര്? ഇതെന്താ പെണ്ണ് കാണാൻ പോവാണോ? അല്ല, അച്ഛനും അമ്മയും. ഒരു കൺഫ്യൂഷൻ അവിടെ. ആര് സെലക്ട് അല്ല, ഈ ചെയ്തത്? പാട്ടൊക്കെ അവന് വീട്ടുകാരെ കൊണ്ട് സെലക്ട് ചെയ്യിക്കും. ഒരു സീരിയസ് ആയിട്ട് ഒരു ഘട്ടം വരുമ്പം അവൻ തന്നെ തന്നെ സെലക്ട് സെലക്ട് പറഞ്ഞ് ആരെ സെലക്ട് ചെയ്ത്? സത്യം പറ. അച്ഛൻ. അച്ഛൻ. അച്ഛനൊരു വലിയ കൈഡി. നന്നായി. നല്ല സോങ് സെലക്ഷൻ. നമുക്കൊക്കെ എപ്പോഴും ഈ സ്റ്റേജിൽ ഒരു പെപ്പി നമ്പറായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. ഇത് ക്ലാസിക് സോങ്സിൽ വരുന്നതാണ്. എന്നാലും ഒരു റിതം കൊണ്ടുവരാൻ സ്റ്റേജിൽ എപ്പോഴും നല്ലൊരു സോങ് സെലക്ഷനാണ്. നന്നായി പാടി. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ, ഓഫ് കോഴ്സ് ഈ പ്രായം എത്രയായി? 18 വയസ്സ്, അത്രേ ഉള്ളൂ. അല്ലേ? ഇനി കുഞ്ഞു കുട്ടിയാണ്. അപ്പം അപ്പൊ ആ ഒരു കുറച്ചുകൂടി ഡെവലപ്മെന്റ് വരാനുണ്ട് സിംഗിങ് വൈസ്. അത് വരും, അത് പ്രായത്തില്ല. പക്ഷെ ഇന്ന് പാടിയത് നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ അശ്വിൻ, മാച്ച് ചോദിക്കാം. MG സാർ. 8.7. താങ്ക് യു സർ. താങ്ക് യു സാർ. ശരത് സാർ. എന്തോ ഓക്കെ, താങ്ക് യു സാർ. ചേച്ചി. പക്ഷേ എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. ഞാൻ ഐ ഗിവ് 8.9. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.6. യെസ്. Ni pa maga